ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു J2 Tech ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ റെസ്യൂം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആപ്ലിക്കേഷനാണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂം ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്കൊക്കെ നമുക്ക് കമ്പനീസിലേക്ക് അയക്കാൻ വേണ്ടി CV റെസ്യൂം ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ടെംപ്ലേറ്റിലൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് റെസ്യൂം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇന്റലിജന്റ് CV എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇന്റലിജന്റ് CV എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് വരുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തതിൻ്റെയാണ് ഈ കാണുന്നത്. നമുക്ക് പുതിയതായിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, നമ്മൾ CVക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ പേര് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചുമ്മാ അല്ല, നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ വെറുതെ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്കിവിടെ ഫോട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ഫോട്ടോ വേണമെന്നുണ്ട്, ചില CVയിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ നമുക്ക് ആഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ, അതായത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ അകത്ത് നമുക്ക് മറ്റു പല ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടെ അവിടെ വരുന്നതാണ്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാഷണാലിറ്റി, മാർഷ്യൽ സ്റ്റാറ്റസ്, വെബ്സൈറ്റ്, ലിങ്ക്ഡിന്, ഫേസ്ബുക്കിലെ, ട്വിറ്റർ, നമുക്ക് അതിന്റെ എല്ലാം നമ്മുടെ പ്രൊഫൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം, പാസ്പോർട്ടിന്റെ, ജനറൽ ഡ്രൈവിംഗ് ലൈസൻസ്, പ്ലേസ്, സാലറി ക്ലെയിം, ഇതെല്ലാം നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് വേണം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്യാണ്ട് ഇവിടെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഡീറ്റെയിൽസ് ആയിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം. ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇവർ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് അതല്ല, നമുക്ക് വേറൊരു പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈറ്റിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. നേരെ ബാക്കിലേക്ക് പോവുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേവ് ഓപ്ഷൻ അത് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്, അതായത് ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു മോഡൽ വരുന്നുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോഴ്സ് ഏതാണ്, ഡിഗ്രി ഏതാണ്, സ്കൂൾ ഏതാണ്, നമ്മുടെ ഗ്രേഡ്, ഇയർ, കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതാണ്. നമുക്ക് വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവുന്നതാണ്. പിന്നെ ഉള്ള എക്സ്പീരിയൻസ് ഓപ്ഷനാണ്. നമുക്ക് ഏതെങ്കിലും കമ്പനിയിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തത്. നമുക്ക് കമ്പനി നെയിം, ജോബ് ടൈറ്റിൽ, നമ്മുടെ സ്റ്റാർട്ട് ചെയ്തും എൻഡ് ചെയ്തുള്ള ഡേറ്റ്, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെയും ആഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും നമുക്ക് ടൈറ്റിലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിൽ തന്നെ ഡിലീറ്റ് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിൽസിനെ കുറിച്ചാണ്. നമുക്ക് ഇവിടെ സ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ സ്കില്ലിന് ഏതൊക്കെ ലെവൽ, എത്ര ഹൈ ലെവൽ ഏതാണ്, ലോ ലെവൽ ഏതാണ്, അങ്ങനെയുള്ള ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്, നമ്മൾ സാധാരണ CVയിലും റെസ്യൂമിലെല്ലാം കാണുന്ന സംഭവം തന്നെയാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ നമുക്ക് സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. ഏതെടുത്താലും നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, അത് ഏത് മോഡലാണ്, അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഉള്ളത് റെഫറൻസ് ആണ്. നമ്മൾ കമ്പനി നാട്ടിലൊക്കെ റെഫറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള റെഫറൻസിന്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊജക്ട്, നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊജക്ടിന്റെ ഓപ്ഷൻ കൊണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് അല്ലാതെ ഇതിൻ്റെ കൂടെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ സെക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, അച്ചീവ്മെന്റ് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ട്, അതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും പബ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാംഗ്വേജ് നോണാണ്, പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ട്, അത് നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം നമ്മുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ അകത്ത്, നമ്മുടെ CVക്കകത്ത് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ ക്രിയേറ്റ് ന്യൂ സെലക്ഷൻ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ക്രിയേറ്റ് ന്യൂ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതാണ്. പിന്നെ കവർ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ കവർ ലെറ്ററിന് വേണ്ടി ഇങ്ങനെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ സാധാരണ ടൈപ്പിങ്ങിന് വേണ്ടി, ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഉള്ളത് റീഅറേഞ്ച് ഹെഡിങ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നതിന്റെ ഹെഡിങ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് ഏതൊക്കെ മുകളിൽ വരണം, ഏതൊക്കെ താഴെ വരണം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വ്യൂ CV, ഞാനിപ്പോൾ ചെറിയ ഡീറ്റെയിൽസ്, ആ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്ര കാര്യമായിട്ട് നമുക്ക് CV-യിൽ കൃത്യമായിട്ട് ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. എങ്കിലും കുറച്ച് നമുക്ക് മോഡേൺ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിലുള്ളത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളത് അങ്ങനെ കുറച്ച് എക്സാമ്പിളായിട്ട് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു മോഡലിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് അവർ തിരിച്ചു തരുന്നതാണ്. ഇപ്പം മോഡേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സാമ്പിൾസ് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് മോഡലാണോ വേണ്ടതെന്നുള്ളത് നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡലിലേക്ക് നമ്മൾ കൊടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ അപ്ലോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കളർ ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ അത് മാത്രമേ ഉണ്ടായത്. നമുക്ക് മറ്റു പല നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുൻപ് കണ്ട ആ ഒരു എക്സാമ്പിൾ അനുസരിച്ച് സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് നമ്മുടെ CV ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കളർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് കളർ ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഫോണ്ട്, നമ്മുടെ ലെറ്റേഴ്സിന്റെ കളർ, ഇതെല്ലാം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് JPG-യിലോ അതുപോലെ തന്നെ PDF ആയിട്ടോ എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേജ് സൈസ്, നമ്മുടെ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് ബ്രേക്കിന്റെ ആ ഒരു സൈസ്, പിന്നെ മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ മാർജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യാവുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് മറ്റു പല സോഫ്റ്റ്വെയറിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെക്കാളും വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമ്മുടേതായ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടെംപ്ലേറ്റ് രീതിയിൽ നമുക്ക് CV ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ.